Hello students, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ജനറലൈസ്ഡ് കൺവല്യൂഷൻസ് ആണ്. ഓൾറെഡി നമ്മൾ ഡിറിച്ലെറ്റ് കൺവല്യൂഷൻ അല്ലെങ്കിൽ ഡിറിച്ലെറ്റ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചതാണ്. അപ്പോൾ ഇത് ജനറലൈസ്ഡ് കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ജനറലൈസ്ഡ് വേർഷനാണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. സോ ജനറലൈസ്ഡ് കൺവല്യൂഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഫംഗ്ഷൻ, ഇനി കോംപ്ലക്സ് ഓർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് വേണം. ക്യാപിറ്റൽ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ എഫ് ഡിനോട്ട്സ് എ റിയൽ ഓർ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ defined on the positive real axis such that f of x equal to 0 for 0 less than x less than 1. അപ്പോൾ ഇങ്ങനൊരു ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് വേണം. ദെൻ വി വാണ്ട് an arithmetical function alpha and we have to consider the sums of the type sigma n less than or equal to x alpha of n f of x by n. സോ ഇത്തരത്തിലുള്ളൊരു സമ്മിനെയാണ് നമ്മൾ ആൽഫ കോമ്പോസിഷൻ എഫ്. കോമ്പോസിഷൻ ഡിനോട്ട് ചെയ്യുന്നത് ജനറലൈസ്ഡ് കൺവല്യൂഷനെയാണ്. ഈ ഒരു സമ്മിനെയാണ് നമ്മൾ ആൽഫ കോമ്പോസിഷൻ എഫ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറലൈസ്ഡ് കൺവല്യൂഷനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. We can call this function as g, where g is equal to alpha composition f and alpha composition f of x equal to sigma n less than or equal to x alpha of n f of x by n. ഇതാണ് ജനറലൈസ്ഡ് കൺവല്യൂഷൻ്റെ ഡെഫിനേഷൻ. Here alpha is an arithmetical function and f is any real or complex valued function defined on the positive real axis and such that f of x equal to 0 for 0 less than x less than 1. ഓക്കെ, ഇതാണ് ജനറലൈസ്ഡ് കൺവല്യൂഷൻ്റെ ഡെഫിനേഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഓരോന്നും എന്താണ് എന്നുള്ളതും ഡെഫിനേഷൻ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു കാര്യം ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ ആൽഫ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ നോൺ ഇൻറ്റഗ്രൽ വാല്യൂസ് ഓഫ് എക്സ്, ദെൻ ദ റെസ്ട്രിക്ഷൻ ഓഫ് എഫ് ടു ദ ഇൻറ്റീജേഴ്സ് ഈസ് എൻ അരിത്തമെറ്റിക്കൽ ഫംഗ്ഷൻ. വി ഫൈൻഡ് ദാറ്റ് ആൽഫ കോമ്പോസിഷൻ എഫ് ഓഫ് എം ഈക്വൽ ടു ആൽഫ സ്റ്റാർ എഫ് ഓഫ് എം. അപ്പോൾ ഇത് ഈ ജനറലൈസ്ഡ് കൺവല്യൂഷൻ ഡിറിച്ലെറ്റ് കൺവല്യൂഷനിലേക്ക് റെഡ്യൂസ് ആകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, നോൺ ഇൻറ്റീജർ വാല്യൂസ് ഓഫ് എക്സിന് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. നോൺ ഇൻറ്റഗ്രൽ വാല്യൂസ് ഓഫ് എക്സിന്, അതായത് ഇൻറ്റീജർ അല്ലാതെ വരുമ്പോൾ, എക്സിൻ്റെ വാല്യൂ ഇൻറ്റീജർ അല്ലാതെ റാഷണൽ വാല്യൂസ് വരുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ് എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജനറലൈസ്ഡ് കൺവല്യൂഷനും ഡിറിച്ലെറ്റ് കൺവല്യൂഷനും കോയിൻസൈഡ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഈക്വൽ ആവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടേക്ക് എം ഈക്വൽ ടു 5, ടേക്ക് എം ഈക്വൽ ടു 5 അല്ലെങ്കിൽ 6, ടേക്ക് എം ഈക്വൽ ടു 6. എം ഈക്വൽ ടു 6 ആണ് എങ്കിൽ നമുക്കിവിടെ ആൽഫ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ പ്രകാരം ആൽഫ കോമ്പോസിഷൻ എഫ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ സിഗ്മ ഓവർ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. n here n stands for integers, integers less than or equal to 6. alpha of n f of x by n. ഇതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ വരിക ആൽഫ കോമ്പോസിഷൻ എഫ് ഓഫ് 6ൻ്റെ. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ ടേംസ് വരും? ആൽഫ ഓഫ് 1 എഫ് ഓഫ് 6 by 1, alpha of 2 f of 6 by 2, alpha of 3 f of 6 by 3, alpha of 4 f of 6 by alpha of 4 f of 6 by 4, alpha of 5 f of 6 by 5, alpha of 6 f of 6 by 6. അത്രയും ടേംസ് വരും അല്ലേ? 6നേക്കാളും താഴെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും വെച്ച് അവിടെ എന്നിന് വാല്യൂസ് അത് കൊടുത്തിട്ട് സം ചെയ്യപ്പെടും. പക്ഷെ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നോൺ ഇൻറ്റീജർ വാല്യൂസ് ഓഫ് എക്സിനൊക്കെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിലാണ് എങ്കിൽ ഇവിടെ നമുക്ക് ആൽഫ ഓഫ് 1 എഫ് ഓഫ് 6 ആണ് ആദ്യത്തെ ടേം വരിക. പിന്നെ ആൽഫ ഓഫ് 2 എഫ് ഓഫ് 3 വരും. ചെയ്ത് നോക്കാം കേട്ടോ, എഴുതി നോക്കിയാൽ മതി. പിന്നെ ആൽഫ ഓഫ് 3 എഫ് ഓഫ് 2 വരും. അതൊക്കെ വാല്യൂസ് ഉള്ളതാണ്. അടുത്ത ടേം ആൽഫ ഓഫ് 4 എഫ് ഓഫ് 6 by 4 ആണ് വരിക. അതിൽ എഫിൻ്റെ വാല്യൂ 0 ആവും. അപ്പോൾ ആ ടേം അവിടെ ആബ്സെൻ്റ് ആവും. നെക്സ്റ്റ് ടേം ഈ സമ്മിൽ വരിക ആൽഫ ഓഫ് 5 എഫ് ഓഫ് 6 by 5 ആണ് വരിക. 6 by 5 അതെ നോൺ ഇൻറ്റീജർ വാല്യൂ ആണ്. അപ്പോൾ എഫിൻ്റെ വാല്യൂ അവിടെ 0 ആവും. പിന്നെ വരിക ആൽഫ ഓഫ് 6 എഫ് ഓഫ് 6 by 6, ദാറ്റ് ഈസ് എഫ് ഓഫ് 1 ആണ് വരിക. അപ്പോൾ ആ ഇൻറ്റീജർ വാല്യൂസ് വരുമ്പോൾ മാത്രമേ അവിടെ എഫിന് വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം 0 ആയി പോകും. അപ്പോൾ ഈ സമ്മിനകത്ത് യൂഷ്വലി എത്രയേ വരുള്ളൂ? 4 ടേംസേ അവിടെ വരുള്ളൂ. 1ൻ്റെ വരും, 2ൻ്റെ വരും, 3യുടെ വരും, 6ൻ്റെ വരും. 4ൻ്റെയും 5ൻ്റെയും ആബ്സെൻ്റ് ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആ 4 ടേംസാണ് അവിടെ വരിക.
ക്ലിയർ ആണല്ലോ. അതൊന്ന് നിങ്ങൾ ബുക്കിൽ എഴുതി നോക്കിയാൽ മതി, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതേസമയം തന്നെ ആൽഫ സ്റ്റാർ എഫ് ഓഫ് 6 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡിറിച്ലെറ്റ് കൺവല്യൂഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ, ഡി ഡിവൈഡ്സ് എൻ അല്ല ഇവിടെ എം ആയതുകൊണ്ട് സിഗ്മ ഡി ഡിവൈഡ്സ് എം ആൽഫ ഓഫ് എം എഫ് ഓഫ് എം ബൈ ഡി ആണ് ഡെഫിനേഷൻ വരിക, കറസ്പോണ്ടിങ് ഡെഫിനേഷൻ വരിക. അതും അത് നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ആ കേസിൽ നമ്മളിവിടെ എമ്മിൻ്റെ വാല്യൂ 6 എന്ന് എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് സിഗ്മ ഡി ഡിവൈഡ് 6 ആൽഫ ഓഫ് ഡി എഫ് ഓഫ് എം ബൈ ഡി. അപ്പോൾ 6ൻ്റെ ഡിവൈസേഴ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. 6ൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 6. അപ്പോൾ ഓരോന്നിനും ആൽഫ ഓഫ് ഡി എഫ് ഓഫ് എം ബൈ ഡി എഴുതുക. എഫ് ഓഫ് എം ബൈ ഡി എഴുതുമ്പോൾ എഫ് ഓഫ് 6 ബൈ ഡി ആണ് വരിക. ഷുവറായിട്ടും അവിടെ ഡിവൈസേഴ്സ് ആയതുകൊണ്ട് അവിടെ ഇൻറ്റീജർ മാത്രമേ വരുള്ളൂ, നോൺ ഇൻറ്റീജർ വാല്യൂസ് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സം എടുക്കുമ്പോൾ കിട്ടുക, അതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഇവിടെ 4 ടേംസ് തന്നെയാണ് കിട്ടുക. ആൽഫ ഓഫ് 1 എഫ് ഓഫ് 6, ആൽഫ ഓഫ് 2 എഫ് ഓഫ് 3 പ്ലസ് ആൽഫ ഓഫ് 3 എഫ് ഓഫ് 2 പ്ലസ് ആൽഫ ഓഫ് 6 എഫ് ഓഫ് 1. അങ്ങനെ 4 ടേംസ് തന്നെ ഇവിടെ കിട്ടുക. അപ്പോൾ 2 ടേമും സെയിം ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഈ വാല്യൂ ഒന്ന് കൊടുത്തിട്ടൊന്ന് എഴുതി നോക്കുക. ഈ 2 വാല്യൂം കോയിൻസൈഡ് ചെയ്യും. എപ്പോൾ എങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ നോൺ ഇൻറ്റീജർ വാല്യൂസ് ഓഫ് എക്സ് എന്ന് നമ്മൾ എഫിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം. മുമ്പ് നമ്മൾ പറഞ്ഞത് പ്രകാരം എഫ് എനി കോംപ്ലക്സ് ഓർ റിയൽ ഫംഗ്ഷൻ ആവാമായിരുന്നു. ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വെനെവർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 അത്രയും മതിയായിരുന്നു കണ്ടീഷൻ. ഈ ഒരു റെസ്ട്രിക്ഷനും കൂടി കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് ജനറലൈസ്ഡ് കൺവല്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ ഡിറിച്ലെറ്റ് കൺവല്യൂഷനും രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു സെൻസിൽ നമുക്ക് ഡിറിച്ലെറ്റ് കൺവല്യൂഷൻ്റെ ജനറലൈസ്ഡ് വേർഷനാണ് ജനറലൈസ്ഡ് കൺവല്യൂഷൻ എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അങ്ങനെ അനുമാനിക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് എക്സാമ്പിൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കോയിൻസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ നെക്സ്റ്റ് തിയറം പറയുന്നത്. തിയറം 2.21 അസോസിയേറ്റീവ് പ്രോപ്പർട്ടി റിലേറ്റിംഗ് ജനറലൈസ്ഡ് കൺവല്യൂഷൻ ആൻഡ് ഡിറിച്ലെറ്റ് കൺവല്യൂഷൻ. Statement is this: for any arithmetical functions alpha and beta, we have alpha composition, beta composition f equal to this alpha star beta composition f. Associative property പ്രത്യേകത നോക്കുക, 2 ഓപ്പറേഷൻസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൽഫ കോമ്പോസിഷൻ ബീറ്റ കോമ്പോസിഷൻ എഫിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ്. ആൽഫ കോമ്പോസിഷൻ ബീറ്റ കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു ആൽഫ സ്റ്റാർ ബീറ്റ കോമ്പോസിഷൻ എഫ്. That we have to prove. Again statement ഒന്നുകൂടെ ഇവിടെ ഉണ്ട്, പ്രൂഫ് നോക്കാം. സോ നമുക്ക് LHSൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എനി എക്സ് ഗ്രേറ്റർ ദാൻ 0 വി ഹാവ് ആൽഫ കോമ്പോസിഷൻ ബീറ്റ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ആദ്യം ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുക. ആൽഫ കോമ്പോസിഷൻ ദിസ് മച്ച് ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ ദിസ് ഈസ് സിഗ്മ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആൽഫ ഓഫ് n ബീറ്റ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ബൈ എൻ അല്ലേ. ഇവിടെ എക്സ് ആണ്, അപ്പോൾ ഇവിടെ n, ദെൻ ഇവിടെ എക്സ് ബൈ എൻ. ദാറ്റ് ഈസ് സിഗ്മ ഓവർ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആൽഫ ഓഫ് എൻ. അഗെയിൻ ബീറ്റ കോമ്പോസിഷൻ എഫിന് അതിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുക. ഓൾറെഡി n യൂസ് ചെയ്തുകൊണ്ട് വേറൊരു ഇൻറ്റീജറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേറൊരു ലെറ്റർ m യൂസ് ചെയ്യുന്നു. സിഗ്മ ഓവർ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടുത്തെ ടേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ വാരിയബിൾ എന്ന് പറയുന്നത് എക്സ് ബൈ എൻ ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ എൻ. ബീറ്റ ഓഫ് എം എഫ് ഓഫ് എക്സ് ബൈ എൻ ബൈ എം എന്നാണ്. സോ ഇത് എക്സ് ബൈ എം എൻ എന്നായി മാറും. അതേപോലെ തന്നെ ഡെഫിനേഷൻ ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് നമുക്കിവിടെ 2 സമ്മേഷൻസ് വരുന്നുണ്ട്. വൺ ഈസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആൻഡ് സെക്കൻഡ് ഈസ് ഈ എന്നിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വായിച്ചാൽ ദിസ് ഈസ് mn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മേഷൻ, ഈ 2 സമ്മേഷനും കൂടി നമ്മൾ കോമൺ ആയിട്ടൊന്ന് എഴുതുകയാണ്. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആൻഡ് mn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈസ്, അല്ലെങ്കിൽ അത് ടുഗദർ ഹോൾഡ് ചെയ്യുന്നത് mn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആകുമ്പോഴാണ്. mn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നുള്ള കണ്ടീഷൻ മാത്രം മതി നമുക്കപ്പോൾ ഇനി. കാരണം mn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആകുമ്പോൾ ഷുവറായിട്ടും n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നുള്ള കണ്ടീഷൻ അവിടെ ഹോൾഡ് ചെയ്തോളും. ഈ കണ്ടീഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്തോളും. സോ ഇതിനെ നമുക്ക് ഈ 2 സമ്മേഷനും കൂടി ഒരൊറ്റ സമ്മേഷൻ mn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാക്കി എഴുതാം. mn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആകുമ്പോൾ ഷുവറായിട്ടും എല്ലാ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സും അവിടെ വരും. ഓക്കെ, സോ ദിസ് ഈസ് sigma over mn less than or equal to x alpha of n beta of m f of x by mn.
Okay, that is sigma over k less than or equal to x and sigma over n by k alpha of n beta of k by n f of x by k. സോ നമ്മൾ വീണ്ടും ഒരു 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 വാല്യൂ അവിടെ കൊടുക്കുകയാണ്. എം എൻ എന്നുള്ളതിന് പകരം നമ്മൾ കെ എന്നുള്ളൊരു വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് സിഗ്മ ഓവർ കെ ലെസ് ദൻ ഓർ ഈക്വൽ ടു എക്സ് സിഗ്മ ഓവർ എൻ ബൈ കെ ആൽഫ ഓഫ് എൻ ബീറ്റ ഓഫ് കെ ബൈ എൻ ആൻഡ് എഫ് ഓഫ് എക്സ് ബൈ കെ. ഇവിടെ നോക്കൂ, എമ്മിന് പകരമാണ് നമ്മൾ കെ ബൈ എൻ എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സിഗ്മ എൻ ബൈ കെ മീൻസ് എൻ ഡിവൈഡ്സ് കെ ആണ് കേട്ടോ, എൻ ബൈ കെ അല്ല, എൻ ഡിവൈഡ്സ് കെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾ എം എന്നിന് പകരം കെയും കൊടുത്തു, അതിനൊപ്പം തന്നെ ഈ ഒരു റെസ്ട്രിക്ഷനും കൊടുത്തു. ഈ ഒരു സമ്മും കോയിൻസൈഡ് ചെയ്യും. കാരണം ഇവിടെ നമ്മൾ കെയെ ഡിവൈഡ് ചെയ്യുന്ന എല്ലാ എന്നുകളെയുമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നും എം എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നും രണ്ട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതിന് ഇങ്ങനെ ഒരു സിംഗിൾ ടേമിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു കണ്ടീഷനും കൂടെ ഇവിടെ കൊണ്ടുവന്നാലാണ് ഈ രണ്ട് ടേമുകളും അല്ലെങ്കിൽ ഈ രണ്ട് സമ്മുകളും മാച്ച് ആവുള്ളൂ. അത് ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. എന്നിനും കെക്കൊക്കെ ഓരോ വാല്യൂസ് കൊടുത്തിട്ട് എമ്മിനൊക്കെ ഓരോ വാല്യൂ കൊടുത്തിട്ട് എഴുതി നോക്കിയാൽ ഈ രണ്ട് സമം കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക അവിടെ. സോ ദിസ് ഈസ് സിഗ്മ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ആൽഫ സ്റ്റാർ ബീറ്റ ഓഫ് കെ ആക്കി മാറ്റാം. അല്ലെ, ഡിറിച്ച്ലെറ്റ് പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവരാം ഈ ഒരു ഡെഫിനേഷനിൽ. കാരണം ദിസ് ഈസ് സിഗ്മ ഓവർ ഡിവൈസേഴ്സ് ഓഫ് എൻ ഡിവൈഡ്സ് കെ ആൽഫ ഓഫ് എൻ ബീറ്റ ഓഫ് കെ ബൈ എൻ ആണ്. ഇത് നമ്മുടെ ഡിറിച്ച്ലെറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ഡിറിച്ച്ലെറ്റ് കൺവല്യൂഷൻ്റെ ഡെഫിനേഷനാണ്. കെയുടെ ഡിവൈസേഴ്സിനായിട്ടുള്ള എന്നിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് ആൽഫ സ്റ്റാർ ബീറ്റ ഓഫ് കെ എന്ന് എഴുതാം ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ കെ. സോ ഇതിനെ വീണ്ടും നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ ഇതിനെ കോമ്പോസിഷൻ്റെ ഡെഫിനേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ സെറ്റ് ഓഫ് ഓൾ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആൽഫ സ്റ്റാർ ബീറ്റ ഓഫ് കെ ഉണ്ട്, ഇവിടെ എഫ് ഓഫ് എക്സ് ബൈ കെ ഉണ്ട്. ജനറലൈസ്ഡ് കൺവല്യൂഷൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്താൽ ദിസ് ഇസ് ആൽഫ സ്റ്റാർ ബീറ്റ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ്. ഓഫ് എക്സ് എന്നുള്ളത് രണ്ട് സൈഡിൽ നിന്ന് കളഞ്ഞാൽ നമുക്ക് നമ്മുടെ റിക്വയർ ഇവിടെ ഈ ഓഫ് എക്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. നോട്ടിലേക്ക് എഴുതുമ്പോൾ ആൽഫ കോമ്പോസിഷൻ ബീറ്റ കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ആൽഫ സ്റ്റാർ ബീറ്റ കോമ്പോസിഷൻ എഫ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ഡെഫിനേഷൻ മാത്രമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സമ്മ് ഇതും ഇതിന് തൊട്ട് മുമ്പത്തെ സമ്മും കൂടെ ഈക്വൽ ആണ് എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്കിവിടെ ഓർത്തിരിക്കാനുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കാൻ വേണം. ഒന്ന് രണ്ട് മൂന്ന് വാല്യൂസ് എടുത്ത് ചെയ്ത് നോക്കിയാൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു നോട്ടാണ്. നോട്ടിൽ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ജനറലൈസ്ഡ് കൺവല്യൂഷൻ ഹാസ് ദ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് പറയാനായിട്ട് ഐ ഓഫ് എൻ നമ്മുടെ ഇൻറ്റീജർ വാല്യൂ 1/n ഇൻറ്റീജർ പാർട്ട് ഓഫ് 1/n എന്നുള്ള ഫംഗ്ഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഐ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എടുത്തു. ദാറ്റ് ഈസ് ആസ് പെർ ഡെഫിനേഷൻ സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഐ ഓഫ് എൻ എഫ് ഓഫ് എക്സ് ബൈ എൻ ആണ്. അല്ലേ, ഡെഫിനേഷൻ അപ്ലൈ ചെയ്തു നേരെ. ദാറ്റ് ഈസ് സിഗ്മ ഓവർ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഐ ഓഫ് എൻ്റെ വാല്യൂ നമുക്കറിയാം ഇൻറ്റീജർ പാർട്ട് ഓഫ് 1/n എഫ് ഓഫ് എക്സ് ബൈ എൻ. ഇതാകെ ഒരൊറ്റ ഇൻറ്റീജറിനെ വർക്ക് ചെയ്യുള്ളൂ അല്ലേ. ഈ സമ്മിനകത്ത് ആകെ ഒരൊറ്റ ടേം ഉണ്ടാവുള്ളൂ. അത് n ഈക്വൽ ടു 1 എന്നുള്ള ടേം വരുമ്പോഴായിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു വാല്യൂ കിട്ടും. ആ ഒരൊറ്റ ടേം ഈ സമ്മിനകത്ത് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാതും 0 ആയി പോകും. സോ നമുക്ക് ഐ കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഐ കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. അതായത് ഇവിടെ ഐ എന്നുള്ള ഫംഗ്ഷൻ ഇൻറ്റീജർ പാർട്ട് ഓഫ് 1/n എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യും. ഐഡൻറ്റിറ്റി എപ്പോഴാണ് വരിക എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഐഡൻറ്റിറ്റി ഡെഫിനേഷനൊക്കെ എല്ലാവർക്കും അറിയാം. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യും. അതിന് പകരം എഫ് കോമ്പോസിഷനായി എടുത്താൽ എഫ് കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. റൈറ്റ് ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് അവിടെ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തത്. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എടുത്താൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. ഐ കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. എന്ന് വിചാരിച്ച് എഫ് കോമ്പോസിഷനായി എഫ് ആവണമെന്ന് നിർബന്ധമില്ല. അത് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ഡെഫിനേഷനിലുള്ള വ്യത്യാസം കൊണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഐ കോമ്പോസിഷൻ എഫ് ഈസ് ഈക്വൽ ടു എഫ് ആണ്. സോ ജനറലൈസ്ഡ് കൺവല്യൂഷൻ ഹാസ് ദ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി നോട്ട് ദ റൈറ്റ് ഐഡൻറ്റിറ്റി. റൈറ്റ് ഐഡൻറ്റിറ്റി ഇല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. തിരിച്ചൊന്ന് എഴുതി നോക്കാം ഡെഫിനേഷനിൽ വരുന്ന വ്യത്യാസം കാണാനായിട്ട്.